വേർഡ്സ് മൈക്രോ എക്കണോമിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് MCMR അപ്രോച്ച് ആയിരുന്നു. ഇന്ന് പറയുന്നത് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം. ഓക്കെ, ഇപ്പോൾ ലോങ് റണ്ണിൽ ഫേംസ് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ ദേ ഹാവ് അഡ്ജസ്റ്റഡ് ദിയർ പ്ലാൻ സോ ആസ് ടു പ്രൊഡ്യൂസ് അറ്റ് ദ മിനിമം പോയിന്റ് ഓഫ് ദിയർ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ മിനിമം പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ പ്ലാന്റുകൾ, അതായത് വ്യവസായ യൂണിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ലോങ് റൺ ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിൽ LAC എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിന് ടാൻജൻ്റ് ആയിരിക്കണം. ഇക്വിലിബ്രിയം പോയിന്റിൽ LAC ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്തിന് ടാൻജൻ്റ് ആയിരിക്കണം? ഡിമാൻഡ് കർവിന് ടാൻജൻ്റ് ആയിരിക്കും. ലോങ് റണ്ണിൽ ഫേമിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, പുതിയ ഫേംസ് എൻ്റർ ചെയ്യും. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കണ്ടിട്ട് പുതിയ ഫേം എൻ്റർ ചെയ്യും. ഇനി ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലോങ് റണ്ണിൽ ചില ഫേംസ് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്യും? ലീവ് ചെയ്ത് പോകും അല്ലേ, പുറത്ത് പോകും. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് മാത്രമേ എൻജോയ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയം നമുക്കൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫിഗറാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഫിഗറിൽ എക്സ് ആക്സിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസ്, MR, MC എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഫിഗറിൽ നോക്കുമ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവും അതുപോലെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, അതുപോലെ PMR, AR കർവ് എന്നിവ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ലോങ് റണ്ണിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് Pനേക്കാളും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള Pനേക്കാളും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫേമിനും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യാൻ കഴിയുന്നത്, അമിത ലാഭം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലാഭം കണ്ടിട്ട് പുറത്തു നിന്ന് ഫേമുകൾ എൻ്റർ ചെയ്യും, നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ പുറത്തു നിന്ന് ഫേം ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വില എന്ത് ചെയ്യുന്നു? Pയിലേക്ക് തന്നെ താഴും. ഇനി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് Pനേക്കാളും കുറവാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ, നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റൊക്കെ മുകളിലായി, അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് വ്യവസായ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? അത് അവർ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് തന്നെ സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ വീണ്ടും Pയിലേക്ക് പ്രൈസ് വർദ്ധിക്കും. മാർക്കറ്റ് പ്രൈസ് P ആയിരിക്കുമ്പോൾ ലാഭം പരമാവധിയാക്കുന്ന ഉൽപ്പന്നം എത്രയാണ്? Q ആണ്. മാർക്കറ്റ് പ്രൈസ് P ആകുമ്പോൾ ലാഭം മാക്സിമത്തിലെത്തിക്കുന്ന ഒരു ഉൽപ്പാദന ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? Q ആണ്. ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റിന് സാധാരണ ലാഭം മാത്രമേ ലഭിക്കുള്ളൂ. ഇനി P എന്ന വിലയിൽ നിലവിലുള്ള വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനോ അതുപോലെ പുതിയ വ്യവസായ യൂണിറ്റുകൾക്ക് വ്യവസായത്തിലേക്ക് കടന്നു വരാനോ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നോർമൽ പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ പുതിയ വ്യവസായ യൂണിറ്റുകൾ കടന്നു വരില്ല, ഉള്ളത് പുറത്ത് പോകുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ നമ്മൾ ഓർത്തേക്കേണ്ടത് കേട്ടോ. ഇവിടെ ലോങ് റൺ ആവറേജ് കോസ്റ്റും അതുപോലെ എല്ലാ കോസ്റ്റ് കർവുകളും ഈക്വൽ ആകുന്ന പോയിന്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാം P = MR = AR എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് എല്ലാം കോയിൻസൈഡ് ചെയ്തിട്ടാണ് നമുക്കറിയാം. അതെല്ലാം ഈക്വൽ ആകുന്ന പോയിന്റ് ഇവിടെയാണ്. ഇതിന് താഴേക്ക് വരച്ചാൽ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും അതിന് പ്രൈസും കിട്ടും. ഓക്കെ, ഇനി ഓർത്ത് വെക്കേണ്ടത് ഒരു ഫേമിൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? പ്രൈസിന് ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ LMC = LAC = P. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് = ലോങ് റൺ ആവറേജ് കോസ്റ്റ് = പ്രൈസ്. ഓക്കെ, at the equilibrium the short run marginal cost is equal to the long run marginal cost and the short run average cost is equal to the long run average cost. Equilibrium പോയിന്റിൽ
ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും അതുപോലെ ലോങ് റൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും എല്ലാം ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? SMC is equal to LMC is equal to SAC is equal to LAC is equal to P is equal to MR is equal to AR. ഈ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫേം ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ദ മിനിമം പോയിന്റ് ഓഫ് ബോത്ത് ദി ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഈ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേം അതിൻ്റെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെയും അതുപോലെ ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെയും ഏറ്റവും താഴ്ന്ന ബിന്ദുവിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ദ ഫേം ഈസ് ഇൻ ഇക്വിലിബ്രിയം ബിക്കോസ് ദർ ഇസ് നോ ടെൻഡൻസി ടു ചേഞ്ച്. ഫേം ഒരു മാറ്റത്തിനുള്ള ഒരു പ്രവണത കാണിക്കാത്തതുകൊണ്ട് തന്നെ വ്യവസായ യൂണിറ്റ് എന്ന് പറയുന്നത് അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. മറ്റ് വ്യവസായ യൂണിറ്റുകൾ ഈ ഒരു വ്യവസായത്തിലേക്ക്, ഒരു ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നില്ല, ആകർഷിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേമിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഡയഗ്രാം പഠിച്ച് വെക്കുക, അതുപോലെ എക്സ്പ്ലനേഷനും കൂടി ഓർത്ത് വെക്കുക, ഇതിൻ്റെ കണ്ടീഷൻസും ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഓൾ.